തലയിൽ രണ്ട് കൊമ്പുകൾ, മരുഭൂമിയിലെ മണലിൽ ഒളിച്ചിരിക്കുന്ന സ്വഭാവം, ശരീരം സി രൂപത്തിലാക്കി മണലിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ചേക്കേറുന്ന വിരുദൻ, കടികിട്ടിയാൽ ഹൃദയം പെട്ടെന്ന് തന്നെ പണിമുടക്കും. ആടുജീവിതം സിനിമയിലൂടെ ഹിറ്റായ സഹാറൻ അണലിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം, നിങ്ങൾക്ക് പാമ്പിനെ ഭയമാണോ? നിങ്ങളുടെ സ്വപ്നത്തിൽ പാമ്പുകൾ കടന്നു വരാറുണ്ടോ? എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ. മലയാളികൾ നെഞ്ചോട് ചേർത്ത ആടുജീവിതം എന്ന നോവലിൽ മരുഭൂമിയിലെ ഉഗ്രവിഷമുള്ള പാമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആടുജീവിതം സിനിമയായപ്പോൾ ആ പാമ്പുകളുടെ രംഗങ്ങൾ സിനിമയിലും വന്നു. നജീബിനും ഖാദറിക്കും ഹക്കീമിനുമൊപ്പം ആ പാമ്പിന്റെ ഭീകരത കണ്ട് സിനിമ കണ്ട പ്രേക്ഷകരും പകച്ചു നിന്നു. നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ച മരുഭൂമിയിലെ ഈ പാമ്പിനെ കുറിച്ച് മനസ്സിലാക്കിയാലോ? അവയുടെ പേരാണ് സഹാറൻ അണലി. വടക്കൻ ആഫ്രിക്ക, അറേബ്യൻ ഉപദ്വീപ്, ലെവാന്റ് എന്നിവിടങ്ങളിലെ മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരു പാമ്പിനമാണ് സഹാറൻ അണലി. കണ്ണിന് തൊട്ടു മുകളിലായി ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊമ്പുകളാണ് ഈ അണലിയുടെ പ്രത്യേകത. സെറാസ്റ്റസ് എന്നാണ് ഇതിന്റെ ഔദ്യോഗിക നാമം. പരമാവധി 85 സെന്റിമീറ്റർ വരെ നീളമുള്ളവയാണ് ഈ അണലികൾ. ഈ ഇനത്തിലെ പെൺപാമ്പുകൾ ആൺപാമ്പുകളേക്കാൾ വലിപ്പമുള്ളവയാണ്. കൊമ്പുള്ളവയാണ് ഇവയെന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ഇവയുടെ കൂട്ടത്തിൽ എല്ലാവർക്കും കൊമ്പുണ്ടാകണമെന്നില്ല. 3 ഉപസ്പീഷീസുകളും പാമ്പുകൾക്കിടയിൽ കാണാൻ സാധിക്കും. ഈജിപ്തിൽ എൽതൊറോഷി എന്നും ലിബിയയിൽ ഉങ്കോറോണ എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. പൊതുവെ വരണ്ട മണലുള്ള പാറക്കെട്ടുകൾ കുറവുള്ള സ്ഥലങ്ങളിൽ വസിക്കാനാണ് ഇവയ്ക്ക് താല്പര്യം. മരുപ്പച്ചകൾക്ക് സമീപവും ഇവയെ കാണപ്പെടാറുണ്ട്. വശങ്ങളിലേക്ക് തെന്നി നീങ്ങിയാണ് ഇവരുടെ സഞ്ചാരം. ഇരകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് അവയെ കീഴ്പ്പെടുത്തുന്ന ആംബുഷ് പ്രിഡേറ്റർ ഗണത്തിൽപ്പെട്ട ജീവികളാണ് സഹാറൻ അണലികൾ. മൂഷിക വർഗത്തിലുള്ള ചില ജീവികൾ, പല്ലികൾ, പക്ഷികൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഇരകൾ. രാത്രിയിൽ ഒരുപാട് ദൂരം ഇവ ഇര തേടി യാത്ര ചെയ്യാറുണ്ട്. മൃഗശാലകളിൽ ഇവ 18 വർഷം വരെ ജീവിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. സഹാറ മേഖലയിലും മറ്റും പരിസ്ഥിതിപരമായ വലിയൊരു ദൗത്യം ഈ പാമ്പുകൾ വഹിക്കുന്നുണ്ട്. എന്താണെന്നല്ലേ? കൃഷിക്കാർക്ക് ഭീഷണിയായ എലികളെയും മറ്റു ജീവജാലങ്ങളെയും തിന്നൊടുക്കുന്നതിൽ ഇവ കർഷകരുടെ ചെങ്ങാതിമാരാണ്. ഇത് കൃഷിക്ക് ഗുണകരമാണ്. അതേസമയം കടി കിട്ടിയാൽ നമ്മൾ തീർന്നുവെന്നത് തന്നെ മനസ്സിലാക്കണം. ഇവയ്ക്ക് പറക്കാൻ കഴിയുമെന്നൊക്കെയുള്ള അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളും മേഖലകളിൽ ചിലർക്കുണ്ട്. ഈ വിശ്വാസത്തെ കൂട്ടുപിടിച്ചായിരിക്കണം ബെന്യാമിൻ നോവലിൽ ഈ രംഗം വിവരിക്കുന്നത്. ഞാൻ നോവൽ വായിച്ചപ്പോൾ എനിക്കും പറക്കുന്നതായാണ് അനുഭവപ്പെട്ടത്. ഡോർസലി ഇരുണ്ട അർദ്ധ ചതുരാകൃതിയിലുള്ള ബ്ലോട്ടുകളുടെ ഒരു പരമ്പര ശരീരത്തിന്റെ നീളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പാടുകൾ ക്രോസ് ബാറുകളായി ലയിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. വയറ് വെളുത്തതാണ്. കറുത്ത അറ്റം ഉണ്ടായിരിക്കുന്ന വാൽ സാധാരണയായി നേർത്തതാണ്. മഞ്ഞ കലർന്ന നിറം, ഇളം ചാര നിറം, പിങ്ക് കലർന്ന ചുവപ്പ് നിറം, തവിട്ട് നിറം എന്നീ നിറങ്ങളാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത്. കൊമ്പൻ അണലി എന്ന പേരിലും ഈ പാമ്പ് അറിയപ്പെടുന്നുണ്ട്. ഇറാഖിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഈ ഉരകവർഗം ഇതിനു പുറമെ സിറിയ, സൗദി അറേബ്യ, യമൻ, ജോർദാൻ, ഇസ്രയേൽ, കുവൈറ്റ് എന്നിവിടങ്ങളിലും സ്വൈര്യവിഹാരം നടത്താറുണ്ട്. ലിബിയ, ഈജിപ്ത്, ഖത്തർ, സുഡാൻ എന്നിവ ഉൾപ്പെടെ വടക്കേ ആഫ്രിക്കയുടെ ഭാഗങ്ങളിലും ഇവയെ കണ്ടുവരുന്നുണ്ട്. വരണ്ട പാറക്കെട്ടുകൾക്കും മണൽക്കാടുകളിലുമാണ് ഈ ഇനം പാമ്പ് സാധാരണയായി വസിക്കുന്നത്. വലിയ മരുഭൂമിക്കടിയിലെ മരുപ്പച്ച പ്രദേശങ്ങളിലും ഇവയെ കാണാൻ പറ്റും. സൈഡ് വൈൻഡിങ് വഴിയാണ് ഇവ നീങ്ങുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ സമയത്ത് അവർ അവരുടെ ഭാരം മണലിലോ മണ്ണിലോ അമർത്തി ശരീരം മുഴുവൻ പൊതിയും. മരുഭൂമിയെക്കുറിച്ച് അറിവില്ലാത്തവർക്കാർക്കും മണലിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഭീകരനെ കണ്ടുകിട്ടണമെന്നില്ല. പൊതുവെ ഇവയ്ക്ക് ശാന്ത സ്വഭാവമാണുള്ളതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഭീഷണി ഉയർന്നാൽ ഇവൻ വലിയ അപകടകാരി തന്നെയാണ്. ഇവയ്ക്ക് ശക്തമായി കീഴിലുള്ള ചെതുമ്പലുകൾ ഉള്ളതിനാൽ തന്നെ മണലിലുരതിയുള്ള ഇവരുടെ സഞ്ചാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഉരസൽ എച്ചിസ് ജനുസിലെ പാമ്പുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് സമാനമായ ശബ്ദം തന്നെയാണ്. മണൽക്കാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഇവ പതിയിരുന്ന് ആക്രമിക്കുന്ന വേട്ടക്കാരാണ്. പാറകളോട് ചേർന്നുള്ള മണലിൽ അല്ലെങ്കിൽ സസ്യജാലങ്ങൾക്ക് താഴെയാണ് ഇവയെ കാണപ്പെടുക. ചെറിയ എലികൾ, ചീങ്കണ്ണികൾ, പക്ഷികൾ, വിവിധതരം പല്ലികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇവയുടെ ഭക്ഷണ രീതി. ഈ പാമ്പ് കടിച്ച ഉടനെ തന്നെ വിഷം നമ്മുടെ ശരീരത്തെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. വിഷബാധ സാധാരണയായി നീർവീക്കം, രക്തസ്രാവം, നൈക്രോസിസ്, ഓക്കാനം, ഛർദി, ഹെമറ്റൂറിയ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. ഉടനെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചേക്കാം എന്നതാണ് ചുരുക്കം. സിനിമയിൽ പറയുന്നത് പോലെ കടി കിട്ടിയാൽ ഉടനെ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. മരുഭൂമിക്കാട്ടിലെ ഈ വിഷസർപ്പത്തെ തീർച്ചയായും ഭയക്കുക തന്നെ വേണം. ശരീരം സീയാക്കി മണലിൽ ഒളിച്ചിരിക്കുന്ന ഈ പാമ്പിന്റെ കടിയേറ്റാൽ മരണം സുനിശ്ചിതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.